അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ്. എന്താണെന്ന് അറിയണ്ടേ? ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ആക്കുക. അപ്പോൾ ഞങ്ങൾ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് എടുക്കാം. ഇതിനായിട്ട് നമ്മൾ 2 കപ്പ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ആ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ചെറിയ പീസാക്കി എല്ലാം ഇതേപോലെ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വൃത്തിയാക്കി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കപ്പ നികന്ന് നിൽക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കപ്പ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉള്ളി ചതച്ചെടുക്കാം. 1/2 കപ്പ് ഉള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ ഇവിടെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതൊരു കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശരിക്കും ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ആവശ്യത്തിന് കറിവേപ്പില എന്നതുകൂടി ചേർത്ത് നമുക്കിതേപോലെ ചെറു തീയിലിട്ട് ശരിക്കും നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും ഒക്കെ ശരിക്കും വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടോ കുറക്കോ ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ ഇവിടെ ശരിക്ക് ചൂടായി അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുടംപുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാളംപുളി വേണമെങ്കിൽ ഉപയോഗിക്കാം. 12 ചാള ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ തിളച്ച് വന്നിരിക്കുന്ന അരപ്പിലേക്ക് നമുക്ക് ഈ ചാള ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഇതിന് ചാള എന്നാണ് പറയുന്നത്, മത്തി എന്നും പറയുന്നവരുണ്ട്. ചാളയെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിലടുപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ പാകത്തിന് തന്നെ നമുക്കിവിടെ
കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചാള മാറ്റി വെക്കാം. ഓരോ ചാളയായിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുള്ള് കളഞ്ഞെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ മുള്ള് കളഞ്ഞെടുക്കാം. എല്ലാ ചാളയിൽ നിന്നും നമ്മൾ മുള്ള് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കൂടി ചേർത്ത് കൊടുക്കാം. കപ്പയെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ട്രൈ ചെയ്യാത്തവർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ചാളയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.